ഇപ്പോൾ സർക്കാരിൻ്റെ ഏത് നടപടികളെടുത്താലും കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്ന് സ്ഥാപിക്കാനുള്ള നീക്കമാണ് പിണറായി വിജയൻ നടത്തുന്നത്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം, മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. അല്ലാതെ കുവൈത്തിൽ പോയിട്ട് എന്തെങ്കിലും സഹായം മലയാളികൾക്ക് ചെയ്യാൻ എന്നുള്ള ധാരണയിലല്ല ശ്രീമതി വീണ ജോർജിനെ കുവൈത്തിലേക്ക് അയക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു. കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ്. വിദേശ രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾക്ക് നേരിട്ട് ബന്ധങ്ങളുണ്ട്. ഞാനിത് വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുന്നതല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യൻ യൂണിയൻ അതിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും മുന്നോട്ട് വച്ചിട്ടുള്ള പല മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് ഇതുപോലെ പല നടപടികൾ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. ഇതാദ്യത്തെ സംഭവമല്ല. UAE കോൺസുലേറ്റുമായിട്ടും GCC രാജ്യങ്ങളിലെ മറ്റ് പല വിദേശ കോൺസുലേറ്റുമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ കേരള സർക്കാർ നേരിട്ട്, ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റും ചെയ്തിട്ടില്ല, നേരിട്ട് ബന്ധപ്പെട്ട ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. UAE കോൺസുലേറ്റിൽ നേരെ മന്ത്രിമാർ കയറി ഇറങ്ങുന്നു, നേരെ സ്പീക്കർ കയറി ഇറങ്ങുന്നു. UAE കോൺസുലേറ്റുമായിട്ട് കേരള സർക്കാരിൻ്റെ പ്രതിനിധികൾ, മന്ത്രിമാര്, സ്പീക്കർമാരൊക്കെ നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇത് നടപ്പില്ല. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റുകൾക്കില്ല. അതിനാണ് വിദേശകാര്യ മന്ത്രാലയം ഉള്ളത്. പക്ഷെ സംസ്ഥാന സർക്കാർ ഞങ്ങൾ ഒരു വേറെ രാജ്യമാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല, കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണ് എന്നുള്ള ഒരു നിലപാടാണ് കേരള ഗവൺമെന്റ് എടുക്കുന്നത്. റെഡ് ക്രസന്റ് എന്ന ആ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടേക്ക് വായ്പ എടുക്കാൻ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട്, നയതന്ത്ര ബന്ധങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് നേരിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് വായ്പ എടുക്കാൻ പോകുന്നു. റെഡ് ക്രസന്റുമായി ചേർന്ന് ഇവിടെ സംരംഭങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കുന്നു. എത്ര ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. പ്രളയകാലത്ത് നേരിട്ട് പോയിട്ട് പണപ്പിരിവ് നടത്തുന്നു. നേരിട്ട് ഞങ്ങൾ കേരളം, ഇത് വേറൊരു സ്റ്റേറ്റാണ്, ഞങ്ങളൊരു സ്വതന്ത്ര രാജ്യമാണ്. നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടുന്നത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വഴിയാണ്. അതിനാവശ്യമായിട്ടുള്ള ചട്ടക്കൂടുകളും നിയമങ്ങളും ഉണ്ട്. വിദേശ രാജ്യങ്ങളിലെ കോൺസുലേറ്റ്, ഇവിടെ പ്രവർത്തിക്കുന്ന കോൺസുലേറ്റുമായിട്ടും എംബസിയുമായിട്ടുമൊക്കെ ബന്ധപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല. ഞങ്ങൾ കട്ടിംഗ് സൗത്താണ്, അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു സ്റ്റേറ്റാണ്, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമല്ല എന്നാണ് പലപ്പോഴും കേരളം എടുക്കുന്ന ഒരു സമീപനം. എന്നിട്ട് അതിന് നടക്കാതെ വരുമ്പോൾ കേന്ദ്രം കേരളത്തെ അപമാനിക്കുന്നു. ഒരു ചെറിയ സംഭവമല്ല ഇത്. കാരണം മുഖ്യമന്ത്രി അതിനെ മറ്റൊരു തലത്തിലേക്ക്, കേന്ദ്രം കേരളത്തെ എന്തോ അപമാനിക്കുന്നു എന്നുള്ളൊരു തലത്തിലേക്ക് വളരെ ബോധപൂർവമായിട്ടുള്ളൊരു പ്രചരണമാണ്. കുവൈത്തിൽ സംഭവം ഉണ്ടായപ്പോൾ ഇന്നേ വരെ നാം കേട്ടിട്ടില്ല. എല്ലാ നിരീക്ഷകന്മാരും വിദഗ്ധന്മാരും പറയുന്നത് എങ്ങനെ പോയാലും ഒരു 10 ദിവസം 12 ദിവസം എടുക്കുമായിരുന്നു. അറിയാലോ, ഗൾഫ് രാജ്യങ്ങളിലെ അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടെ ഉള്ള നിയമത്തിൻ്റെ സാങ്കേതിക പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഓരോ ദിവസവും ഇൻഡിവിജ്വലായിട്ടുള്ള അപകടങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ ദിവസവും പൊതുപ്രവർത്തകർ, ഞങ്ങളുടെയൊക്കെ ഓഫീസിൽ ഇതുപോലുള്ള സംഭവങ്ങൾ, അവിടെ മരണങ്ങളും ആക്സിഡന്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ ദിവസവും വരുന്ന നിവേദനങ്ങളുടെ കണക്ക് നോക്കുമ്പോൾ നമുക്കറിയാം വളരെ സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അവിടെ. ആക്സിഡന്റിൽ മരിച്ചാൽ, ഇതുപോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് വേണം ഭൗതികദേഹങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ. പക്ഷേ 48 മണിക്കൂറിനുള്ളിൽ നോക്കൂ നിങ്ങൾ, ഇന്നേ വരെ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ നാം കേട്ടിട്ടില്ല. ഈ ഒരു ദുരന്തം ഉണ്ടായപ്പം എല്ലാ നടപടികളും പൂർത്തിയാക്കി, പ്രധാനമന്ത്രിയുടെയും വിദേശകാര്യ മന്ത്രിയുടെയും എല്ലാം ഇടപെടലിൻ്റെ ഫലമായിട്ട് എല്ലാ നടപടികളും പൂർത്തിയാക്കിയിട്ട് ഇന്നലെ നമുക്ക് 23 ഭൗതിക ദേഹങ്ങൾ ഇവിടെ എത്തിക്കാൻ സാധിച്ചു.
ഒരു കാര്യം മുഖ്യമന്ത്രി സമ്മതിച്ചിട്ടുണ്ട്, കേന്ദ്രം ശരിയായി ഇടപെട്ടു. പിന്നെ എന്തിനാണ് ഈ ഇടങ്കോലിടുന്നത്? അപ്പം ഞങ്ങൾ വേറെ ഒരു രാഷ്ട്രമാണ്, കേരളം വേറെ ഒരു സ്വത്വമാണ് എന്നുള്ള ഒരു ബോധപൂർവമായ നെറേറ്റീവ് സൃഷ്ടിക്കാൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തുടർച്ചയായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങൾ നിങ്ങൾ ശരിയായി പരിശോധിച്ചാൽ മനസ്സിലാവും. UAE കോൺസുലേറ്റുമായിട്ടുള്ള അനധികൃതമായിട്ടുള്ള ബന്ധങ്ങൾ, റെഡ് ക്രസന്റ് ഉൾപ്പെടെയുള്ള ആൾക്കാരിൽ നിന്ന് നേരിട്ട് വായ്പ എടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, നേരിട്ട് മന്ത്രിമാർ വിദേശ രാജ്യങ്ങളിൽ ചെന്ന് നടത്തിയ പണപ്പിരിവുകൾ, ഇതെല്ലാം വ്യക്തമാക്കുന്നത് കേരളം ഈ നിയമങ്ങളൊന്നും പാലിക്കാൻ ബാധ്യതയുള്ളവരല്ല. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നാണ് പറയുന്നതെങ്കിലും സംസ്ഥാനം വേറെ ഒരു അധികാര ശക്തിയാണ് എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. പറയുമ്പോഴെപ്പോഴും അവർ പറയുന്ന മനോഹരമായ വാക്കാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം. പക്ഷെ ഇത് കോപ്പറേറ്റീവ് ഫെഡറലിസം അല്ല മുഖ്യമന്ത്രി അർത്ഥമാക്കുന്നത്. കേരള വേറൊരു രാജ്യമാണ് എന്നുള്ള ഒരു സമീപനം അത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് നല്ലതല്ല. എല്ലാ കാര്യങ്ങളിലും ഒരു അമിതാധികാര പ്രയോഗം ഞങ്ങൾക്ക് അത് നടത്താനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെന്തോ വേറെ വലിയ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ഭരണാധികാരികൾ എന്നുള്ളൊരു നിലയാണ് നമ്മുടെ നാട്ടിൽ എപ്പോഴും സ്വീകരിക്കുന്നത്. വിവാദങ്ങൾ മുഖ്യമന്ത്രി തന്നെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞങ്ങളിതിനെ ഇങ്ങനെ പറയുന്നത്. ഈ ഒരു ദുരന്ത സാഹചര്യത്തിൽ സർക്കാരിന് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. സമാശ്വസിപ്പിക്കാൻ പോയവരെ തടഞ്ഞു വെച്ചു എന്നൊക്കെയാണ് അദ്ദേഹം അതിനെ ഒരു അതിവൈകാരിക തലം കൊടുക്കുന്നത്. പിണറായി വിജയന് അങ്ങനെയുള്ള ഒരു മനസാക്ഷിയുമില്ല. ഇന്നലെ 2 പേരുടെ കുടുംബങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഇന്നലെ 2 വീടുകളിൽ ശവസംസ്കാരം നടന്നിരുന്നു. അതിനേക്കാൾ വേഗത്തിൽ മുഖ്യമന്ത്രി ഓടിപ്പോയത് ഈ വൈകുന്നേരത്തെ ഡിന്നറിനാണ്. അതുകൊണ്ട് ആ തരത്തിലുള്ള അതിവൈകാരിക പ്രകടനങ്ങളെല്ലാം ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വളരെ ശക്തമായിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് ഇടപെട്ടിരിക്കുന്നത്. അതിവേഗത്തിലാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പിഴവും ആ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോഴും മറ്റൊരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ഒരു നടപടിയാണ്.